ഹലോ, ഇന്നത്തെ ദിവസത്തെ സങ്കടങ്ങളും ടെൻഷനും എല്ലാം മാറ്റിവെച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് ഫൺ ഫാലിമിയുടെ പുതിയൊരു എപ്പിസോഡുമായി ഞാൻ വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് പെരുമ്പളം ജെട്ടിയിലാണ്. ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം എന്ന സ്ഥലത്ത് ഷംലത്താടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തിനാ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഷംലത്താടെ ഹസ്ബൻഡിന് ഒരു പണി കൊടുക്കണം. അതാണ് എന്നെ ഏൽപ്പിച്ചേക്കുന്ന ടാസ്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ടാസ്ക് ഏറ്റെടുക്കുകയല്ലേ? ഓക്കെ, സൂര്യ കോമഡി എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഫൺ ഫാലിമിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ലെറ്റ്സ് ഗോ. അപ്പോ വെൽക്കം ടു ദി ഷോ. ഷംലത്തായ ഞാൻ പേര് എനിക്ക് അറിയാൻ പരിചയമുണ്ട്. ഇക്കാടെ പേര് എങ്ങനെയാണ്? ഷിബിൻ ആണ്. ഷിബിൻ. ഇവിടെ തന്നെയാണ് സ്ഥലം? അതെ അതെ. അത് ശരി. എത്ര വർഷമായിട്ട്? അല്ല, ഞാൻ ജനിച്ചത് കാഞ്ഞിരട്ടാണ്. പിന്നെ ഉമ്മച്ചിയുടെ നാട് കാഞ്ഞിരട്ടായിരുന്നു. വാപ്സിയുടെ വീട് ഇവിടെ. പഠിച്ചത് കുറച്ച് നാള് കാഞ്ഞിരട്ടോ, കുറച്ച് ഇവിടെ. ഞാൻ ഇത്താനോട് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആള് ഇവിടെ ഉണ്ടാവുന്നറിയില്ല, നിലമ്പൂരാണ്, പുള്ളിക്ക് വണ്ടിയുടെ കച്ചവടമൊക്കെ ആണെന്ന് പറഞ്ഞു. അപ്പൊ നിലമ്പൂര് അവിടെ വർക്ക്? അതെ അതെ, നിലമ്പൂരായിട്ട് വണ്ടിയുടെ ബിസിനസ് ആണ്. അത് ശരി. എത്ര നാളായി അത്? ഞാനൊരു 7 വർഷം. 7 വർഷത്തോളായി. പൊതുവേ ഈ ആയ കാലത്ത് വണ്ടി കൊണ്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തവരായിരിക്കും ഈ വണ്ടി കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നത്. എങ്ങനെയായിരുന്നു വണ്ടിയോടുള്ള? അങ്ങനെയല്ല, വണ്ടിയോടുള്ള കച്ചവടം എന്ന് പറഞ്ഞാലേ ജസ്റ്റ് ഒരു ആദ്യം മറ്റേ യൂസ്ഡ് പരിപാടിയിലേക്ക് ചെറുതായിട്ട് ഇറങ്ങി, എക്സ്ചേഞ്ചിലേക്ക് ഇറങ്ങി, പിന്നെ അങ്ങനെ ചെറിയ രീതിയിൽ ചെറിയ കച്ചവടങ്ങളൊക്കെ ഇട്ടൊക്കെയാണ്. അത് ശരി. അത് എങ്ങനെയായിരുന്നു? അത് ഫസ്റ്റ് വിറ്റ വണ്ടി അതാണെന്ന് ഓർമ്മയുണ്ടോ? കാരണം ഇതിനകത്തോട്ട് ഇറങ്ങാനൊരു കാരണമുണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ വണ്ടിപ്രാന്ത് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുമല്ലോ, ഇല്ല അങ്ങനെയല്ല. സത്യത്തിൽ ഞാൻ ആദ്യം ഒരു വണ്ടി ഇങ്ങനെ ഒരു ബ്രോക്കറുമായിട്ട് കണ്ട്, അപ്പൊ വണ്ടി എടുക്കാൻ വേണ്ടി ചെന്ന് പരിചയപ്പെട്ട് അങ്ങനെ കച്ചവടത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ യാദൃശ്ചികമായിട്ട് ഈ ഒരു ജോലിയിലേക്ക്, ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നതാണ്. ഇത്ത പറ, വണ്ടിയെ സ്നേഹിക്കുന്നവർ പൊതുവെ യാത്രകളും സ്നേഹിക്കുന്നവരായിരിക്കും. നിങ്ങൾ എങ്ങനെ നല്ല യാത്ര ചെയ്യുന്ന കൂട്ടത്തിലാണ്? എങ്ങോട്ടൊക്കെയാണ്? അങ്ങനെയല്ല, ഒത്തിരി ദൂരമൊന്നുമല്ല, എന്നാലും എപ്പോഴും ചെറുതായിട്ടൊക്കെ യാത്ര ചെയ്യാറുണ്ട്. അത് ശരി. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ഇക്കാടെ കൂടെ പോകാനായിട്ട് പോയതിൽ വെച്ചിട്ട്? അങ്ങനെ പറയാൻ അല്ല, എല്ലായിടത്തും ഇഷ്ടമാണ്. നിലമ്പൂരാണെന്ന് പറയാം. നിലമ്പൂരാ? ഓക്കെ, നിലമ്പൂര് നമ്മുടെ നാടാണ്. നിലമ്പൂര് ഇഷ്ടമാണ്. അത് ശരി. എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ടീച്ചറായിരുന്നു, വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യുന്നില്ല? LP UP. മോൻ ആയി പിന്നെ പോയിട്ടില്ല. പൊതുവേ ഇപ്പൊ ഞാൻ നമ്മൾ കുട്ടിക്കാലത്ത് ചെറിയ ചെറിയ കുസൃതികളും കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും. അത് ചിലപ്പോൾ ടീച്ചർമാരെ ഞാൻ വിചാരിച്ചു ഓക്കെ ടീച്ചറെ ഞാൻ പറ്റിച്ചു എന്ന് വിചാരിച്ച് സമാധാനിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ഇത്താക്ക് ഇതുപോലെ ഏതെങ്കിലും പിള്ളേര് വന്ന് കുസൃതി അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ പറയുന്നത് കിട്ടിയിട്ടുണ്ട് പഠിക്കുന്ന കാര്യത്തിലോ സംഭവങ്ങളൊക്കെ ആയിട്ട്? ഒന്നും ഓർക്കുന്നില്ല. ഓക്കെ. ഇവിടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വേറെ നിങ്ങൾ രണ്ടുപേരും? വീട്ടില് ഉമ്മച്ചിയുണ്ട്, 2 കുട്ടികള്. മോള് +1 പഠിക്കുന്നു, പോളി ഫാമിലിയില് ചെറുതില. പിന്നെ മോൻ 2nd സ്റ്റാൻഡേർഡ്. മോളുടെ പേര് തഹ്ലിയ യാസ്മിൻ. ഓക്കെ. മോൻ അഹമ്മദ്. അഹമ്മദ് എന്ന് പറഞ്ഞാല് അതിന്റെ വേണ്ടി ഞങ്ങൾ വീട്ടുകാരും കൂടെ മാറ്റിയാണ് ഇപ്പൊ. അഹമ്മദിനോടുള്ള ആരാധന മൂത്ത് അങ്ങനെ വന്നതാണ്. ഫുൾ പ്ലാനിങ് ആണ്. ഇനി ഒരു 10-15 വർഷത്തേക്ക് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇക്ക. സോ ഇക്ക ആ ഒരു പ്ലാൻ ഒക്കെ മാറ്റാൻ വേണ്ടി, ഇന്നത്തെ പ്ലാൻ ഒക്കെ മാറ്റാൻ വേണ്ടിട്ട് ഞങ്ങൾ ചെറിയൊരു പണിയുമായിട്ടാണ് ഇക്കാടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാ എന്ത് ടാസ്ക് നമുക്ക് കൊടുക്കാം ഇക്കാക്ക്? ഒരു പണി കൊടുക്കാം. എപ്പോഴും അലമാരി ഡ്രസ്സ് അടുക്കി വെച്ചിട്ടേ എപ്പോഴും പോയിട്ട് അടി പോയി വലിക്കും. അപ്പൊ ഈ മുകളിലുള്ള ഡ്രസ്സ് മൊത്തം കൂടെ താഴ്ത്തി വീഴും. എന്നിട്ട് ഇങ്ങനെ എടുത്ത് മുകളിലോട്ട് എടുത്ത് വെക്കും. അങ്ങനെയാണ് സ്വഭാവം. അപ്പൊ നമുക്ക് എന്താണെങ്കിലും അതൊന്നും അടുക്കി വെപ്പിക്കും. ആ ചെറിയ ടാസ്ക് കൊടുക്കാം. അതെ, ചെറിയ ടാസ്ക്. അതെ, എപ്പോഴും സമ്മതിക്കുന്നു. ഞാൻ ഈ കുറ്റം ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യാറുള്ളതാണ്. നമ്മളെല്ലാം പക്കയായിട്ട് വെക്കും, പക്ഷെ ഇങ്ങനെ വിളിക്കും. എല്ലാവർക്കും ഉണ്ട് ശരിക്കും അത്. അല്ല, രാവിലെ നമ്മളിങ്ങനെ കറക്റ്റ് കിട്ടൂലല്ലോ, അപ്പൊ നമ്മളിങ്ങനെ വലിച്ചു മാറ്റിയിട്ട് എല്ലാം കൂടെ താഴെ വീഴും. പിന്നെ ഇതെല്ലാം കൂടി ഇങ്ങനെ എടുത്ത് ഒരുമിച്ച് ഡംപ് ചെയ്യും. ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ 2 പേരും കൂടെ പോയിട്ട്, 2 പേരും പണിയെടുക്കുന്നില്ല, ഇക്ക മാത്രം പണിയെടുക്കാൻ പോകുന്നു. ഓക്കെ, ഞാൻ ഇങ്ങനെ കാഴ്ചക്കാരനായിട്ട് നോക്കി നിൽക്കാം. ചെയ്യാം. എന്തായാലും പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറല്ലേ? തീർച്ചയായും. ഓക്കെ, ഇത്തപ്പോ ഇവിടെ വെയിറ്റ് ചെയ്തോളൂ. പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാം. റൂമൊക്കെ ഒന്ന് കാണാനായിട്ട്, അലമാരൊക്കെ ഒന്ന് കാണാനായിട്ട്. ഇക്ക പോലെ? ഓക്കെ. അലമാരി ഉറക്കല്ലേ? അറിയാം ഏത് അലമാരി ഉദ്ദേശിച്ചത് അല്ലേ? ഇത് തന്നെ ആയിരിക്കും. ഇത് പ്രേക്ഷകരെ നിങ്ങളൊന്ന് കാണൂ. മുകളിൽ അയിത്ത പാവം അടക്കി വെച്ചേക്കാണ്. ഇത് ഇവിടുന്ന് ഒന്നങ്ങോട്ട് തുറന്ന് പടപടപടേന്ന് പറഞ്ഞാൽ വീഴും. അല്ല, അവിടെ വീഴ്ത്താറില്ല, ഇത് മാത്രമാണ് വീഴ്ത്താറുള്ളത്. ശരി, അപ്പൊ നമുക്ക് ഇത് ക്ലീൻ ആക്കി കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കണേ? നമുക്ക് ഇത് എടുത്ത് ബെഡിലിട്ടിട്ട് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് അവസാനം അടിക്കി വെക്കും. ഓക്കെ, ശരി, തുടങ്ങാം. ഇത് കൊറേ ഉണ്ടല്ലോ.
ശരി. ഓ മൈ ഗോഡ്, വാട്ട് ഈസ് ദിസ്? കുറച്ച് ഇത് അരമണിക്കൂറിൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് തീർക്കാൻ പോകും. ആദ്യം ജീൻസ് തന്നെ മടക്കാം. ഇത് മറ്റേ മടക്കാണ്. ഇല്ലില്ല, ഇത് വെറുതെ ചുരുട്ടിക്കുട്ടി വെക്കുന്നതാണ്. ചുരുട്ടിക്കുട്ടിയല്ല, കറക്റ്റ് ആയിട്ട് നോക്കണം. മാർക്കിടാൻ വരൂട്ട അവസാനം. അത് തീർച്ചയായിട്ടും ഞാൻ സത്യം പോലെ പറയും. എന്റെ പ്രേക്ഷകരെ, ഈ മടക്കും നിങ്ങളൊന്ന് നോക്കിയേ, എന്നിട്ട് പറ. അത് അലക്കി തേച്ച് മറ്റേ ടേപ്പ്കാരൻ തേക്കുന്നു. ഭയങ്കര കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ജീൻസ് ആണ് ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നത് അല്ലേ? ട്രാക്ക് പാന്റ്. ഇതൊന്നും അല്ല മടക്കല്, ഇതിന്റെ ചുരുട്ടി കൂട്ടുന്നത്. ഇല്ല, correct ആണ്. കള്ളക്കളി നടക്കണ. ഇത് കറക്റ്റ് ആണ്. എന്നാലും ഇവിടെ ഈ ഒരു ശാന്തം സുന്ദരമായ ഒരു ഏരിയ വിട്ട് നിങ്ങൾ നിലമ്പൂരിൽ എങ്ങനെ ജോലിക്ക് എത്തി? നിലമ്പൂര് നല്ല സ്ഥലമല്ലേ? നല്ല സ്ഥലമാണ്, അത് മനസ്സിലായി. പക്ഷെ എങ്ങനെ അവിടെ എത്തിപ്പെട്ടു? ഏറ്റവും നല്ലത് അത് ഞാനൊരു യാത്രയിലെ ഒരു ഷൊർണൂർ വെച്ച് ഒരാളെ പരിചയപ്പെട്ട്, ഷാനവാസ് എന്ന് പറഞ്ഞു. ഇപ്പൊ നിലമ്പൂര് റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റാണ്. ഷാനവാസ്കയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയണ പോലെ ഞാൻ എപ്പോഴും പറയും കഫീൽ എന്ന് പറയും, അറബിയിൽ കാര്യം. അപ്പം ഞാൻ ഈ ഷാനവാസ്ക ആദ്യമായിട്ട് പോകുമ്പോഴേ ഷാനവാസ്കയാണ് ഇവിടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. ഷാനവാസ്കയാണ് നമ്മുടെ കഫീലവിടെ. ഷാനവാസ്ക വഴിയാണ് ഞാൻ കൂടുതൽ അവിടെ എല്ലാവരോടും പരിചയപ്പെട്ടതും അങ്ങനെ ഒരു നല്ല എൻട്രി കിട്ടിയത്. അങ്ങനെ സത്യത്തിൽ ഷാനവാസ്കയാണ് നിലമ്പൂരിലേക്കുള്ള ഒരു എൻട്രി വന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ മലപ്പുറം കാണാൻ വേണ്ടി ഞാൻ ഫ്രണ്ട്സുമായിട്ട് പോയതാണ്. അപ്പോൾ രാത്രി ചായ കുടിക്കാൻ വേണ്ടി ഷൊർണൂർ ഒരു കടയിൽ നിർത്തി. ആ കടയിൽ വെച്ച് അവരും ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾ പരിചയപ്പെട്ടതാണ് ഷാനവാസ്ക. ആ ഷാനവാസ്ക പരിചയപ്പെട്ട് നമ്പർ ഞങ്ങൾ കോണ്ടാക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് ഷാനവാസ്ക പറഞ്ഞ ഒരു ദിവസം നിലമ്പൂരേക്ക് വന്നു. അങ്ങനെയാണ് സത്യത്തിൽ നിലമ്പൂരിന്റെ സ്റ്റാർട്ടിങ് ഞങ്ങൾ തുടങ്ങുന്നത്. ഇല്ല, അല്ല, അങ്ങനെയല്ല. ഞാൻ ഫ്രണ്ട്ഷിപ്പ്, നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ എല്ലാവരും അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതിൽ പോയി. പിന്നെ ഷാനവാസ്കയായിട്ട് ഷാനവാസ്കയുടെ ബിസിനസ്സിൽ ഇത് ചെയ്തു. പാർട്ട്ണറല്ല, എൻ്റെ ഒരു ഏജൻസി ഇത് എഴുതുന്നു. ഷാനവാസ്ക അങ്ങനെ കൂടെ കൊണ്ടുവന്നു. അങ്ങനെയാണ് ഞങ്ങൾ നിലമ്പൂരിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കാര്യം. പിന്നെ നിലമ്പൂരിൽ കഥയും പറഞ്ഞ് ചുരുട്ടി കാണിക്കട്ടെ. ഇത് അയൺ ചെയ്യാനുള്ളതാ. അത് അങ്ങനെ വെച്ചാൽ മതി, കുഴപ്പമില്ല. ഇത് ജീൻസ് പിന്നെ ഡെയിലി അയൺ ചെയ്തിട്ടുള്ള ഇടുള്ളൂ. അതെ, പെട്ടെന്ന് ഇടുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ മടക്കി വെക്കാം. നിങ്ങളുടെ ഭാര്യ തമ്മിൽ ആയിക്കോളേ. ഇല്ല, അത് അയൺ ചെയ്യണമില്ലേ. ഞാൻ ഇത്താനോട് എന്ത് മറുപടി പറയും? അല്ല, ഒന്നും കുഴപ്പമില്ല, ഇത് പക്കയാണ്. ഇതൊക്കെ തേക്കാനുള്ളതായിരിക്കും ചുരുട്ടിക്കുട്ടി വെക്കണം. തേക്കാനല്ല, അല്ല, അതൊക്കെ തേച്ചിടും. എന്തൊരു കള്ളത്തരാണ്. കഴിഞ്ഞു, കുറച്ചേ ഉള്ളൂ. സ്പീഡാ. അവിടുന്ന് വലിയ ഡയലോഗ് ഒക്കെ അടിച്ച് ചെയ്യുന്നൊക്കെ കഥ പറഞ്ഞിട്ട് കണ്ട ഇത്ത എന്നെ ആട്ടും. ഇല്ല, കറക്റ്റ് അല്ലേ? ഞാൻ ഇടപെടൂലേ? ഇത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിട്ട് കഴിഞ്ഞു. പൊതുവെ വീട്ടിൽ പണിയൊക്കെ എടുക്കാറുള്ളത്? വീട്ടിലെ പണി എടുക്കണല്ലോ. വീട്ടിൽ പണി എടുക്കാറേ ഇല്ല. ആകെ ഒരു പണി കിട്ടിയതാണ്, അത് ഈ കോലത്തിലും. അല്ല, ഇത് കറക്റ്റ് ആയിപ്പോ. പിന്നെ നമ്മള് പിന്നെ അയൺ ചെയ്ത് വെക്കണ പോലെ വരുമല്ലോ. അയൺ ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടില്ല. അല്ല, വൃത്തിക്കായി. ഇത് കണ്ട, ഇപ്പൊ ജീൻസ് ഒരു സെക്ഷനിലായി, ടീഷർട്ട് ഒരു സെക്ഷനിലായി, കറക്റ്റ് ആയില്ലേ? ഞാനിത് കഴിഞ്ഞ ദിവസമേ നിലമ്പൂർ ഒരു കല്യാണം ഉണ്ടായിരുന്നു. സുഹൃത്തിന്റെ പെങ്ങളുടെ വിഷ്ണു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടി അവിടെ കല്യാണത്തിന് പോകാൻ വേണ്ടി പെട്ടെന്ന് ബനിയൻ ട്രെയിനിലിടാൻ എളുപ്പമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി സത്യത്തിൽ കുറച്ചൊന്ന് വലിച്ചു വലിച്ചെടുത്താണ്. അടുക്കി തന്നെ ഇരുന്ന് വെച്ചത്. അപ്പോൾ ഈ ബനിയനാകുമ്പോൾ ട്രെയിനിൽ ഭയങ്കര സുഖമാണ് യാത്ര ചെയ്യാൻ. അതൊന്നും മടക്കിയിട്ടില്ല.
ഇല്ലല്ല ഇത് മടക്കി അല്ല ഏതാ? ഇതിലെന്ത് മടക്കാണ് നിങ്ങൾ ചെയ്തത്? ഇതിനകത്ത് നടുവിലൊരു ആ അതെ ഇങ്ങനെ പിടിച്ച് നേരെ അതെ ഇങ്ങനെ അങ്ങനെ വെച്ചോ. കണ്ടാ കറക്റ്റ് നിലമ്പൂർ നിർത്ത ടീഷർട്ടാ. നിലമ്പൂര് എന്ന് പറഞ്ഞ എന്റെ നാട് മലപ്പുറമാണ്. എന്റെ ഇടയ്ക്കിടയ്ക്ക് മലപ്പുറം മലപ്പുറം സൂചിപ്പിച്ചിട്ട് nice ഇല്ല അങ്ങനെയല്ല നിലമ്പൂര് മലപ്പുറം സത്യത്തിലേ മലബാർ ജില്ല ഭയങ്കര ഒരു രസമുള്ള ഭക്ഷണത്തിലും ആളുകളുടെ സ്നേഹവും എല്ലാം കൂടെ എനിക്കിതിന് സ്നേഹം കുറവാ. ഒത്തിണങ്ങിയ സ്ഥലമാണ് മലബാർ. അപ്പൊ ഇത്ത വന്നിട്ട് പറയാൻ പോണ എന്താണെന്നറിയോ? ഇല്ല ഒന്നും പറയില്ല. എന്താ അത് പണിയൊന്നും എടുത്തില്ലേന്ന് ചോദിക്കാൻ. ഏയ് ഇല്ല കറക്റ്റായി. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. മടക്കി പോയതാ. അല്ല മടക്കണ്ട, വെറുതെ എറിഞ്ഞേക്കാം. അതായത് മടക്കിയാണ് നേരത്തെ നമുക്ക് തീർക്കാലോ പരിപാടി. ഇല്ല കറക്റ്റാണ്. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. ഇത്ര നേരം വലിച്ചു വാരിയിട്ടിട്ട് അവസാനം ഏറ്റവും ടോപ്പിൽ 4 ഡ്രസ് ഉണ്ടല്ലോ, ആ 4 ഡ്രസ് കറക്റ്റ് ആയിട്ടാണ്. നിങ്ങൾ കാണും ഈ ആദ്യത്തെ 2 ഡ്രസ്സും 3 ഡ്രസ്സും ഇവിടെ ഇങ്ങോട്ടുള്ള ഡ്രസ്സും കറക്റ്റാണ്. എല്ലാം കറക്റ്റാണ്. എല്ലാം ഒരേപോലത്തെ മടക്കാം. ഒരേപോലത്തെ മടക്കാം. ഞാൻ ഇടക്കുന്ന വേണേ വലിച്ചു കാണിച്ചത്. ഇടയിൽ ഏതോ ഭാഗ്യത്തിനൊന്ന് ശരിയായിട്ടുണ്ട്. ശരിയായതല്ല അതേ കണ്ട ഇത് തന്നെ സൈ. ഓക്കേ ഇത്താ നിങ്ങളെ നോക്കിയിരിക്കാൻ. നിങ്ങൾ ഇങ്ങോട്ട് വാ, നിങ്ങൾ ഇങ്ങോട്ട് വാ. എവിടെ കറക്റ്റ് ആയില്ലേ? ഓക്കെ അല്ലേ? യു മീൻ കൊള്ളാം. ഞാൻ കേട്ടത് തെറ്റിയതാണോ? ഇല്ലല്ലോ ഓക്കെ അല്ലേ? നേരത്തെ വൃത്തിയായിട്ടാണ്. ഇനി എനിക്കൊന്നും പറയാനില്ല. അല്ല നമ്മള് ഞാൻ പറഞ്ഞേ അയൺ ചെയ്ത് വെക്കണ പോലെ ആരും ഇല്ലല്ലോ നമ്മള് അല്ലേ? എന്നാലും ആ ഒരു വൃത്തിയേട് മാറിയില്ലേ? 2 കാര്യം ഞാൻ പറയാം. നല്ല മടിയനാണ്. രണ്ടാമത്തെ കാര്യം എളുപ്പപ്പണി എന്താണോ അത് മാത്രം വന്ന് നോക്കുള്ളൂ. ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ പഠിച്ച കാര്യമാണത്. ഇല്ല എളുപ്പമാണെന്ന് നോക്കണ്ടേ അല്ലേ? ഞാൻ അത് ഇതൊക്കെ കമ്പയർ ചെയ്യാം. ഞാൻ ചിത്ത വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ എന്താ വല്ല മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുമെന്ന് വിചാരിച്ച്. അല്ല കുറച്ച് ആ വൃത്തിയേട് മാറി, കുറച്ച് വൃത്തിയായി. അല്ലേ എല്ലാം ഓരോ വശത്തായില്ലേ? അറിയാം. ജീൻസിന്റെ ഭാഗത്ത് ബനിയന്റെ ഭാഗത്ത് നമുക്ക് 10ൽ എത്ര മാർക്ക് കൊടുക്കാം? 9 കൊടുക്കാം ചോദിച്ചു വാങ്ങിക്കോ. അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണോ? ചോദിച്ചു വാങ്ങിക്കോ. കുറച്ചേക്കാ പാവല്ലേ? നിങ്ങൾ ഇത്ര പാവമായി പോയല്ലോ. ഈ മനുഷ്യൻ നിങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇത് വേണ്ടി നിങ്ങൾ പോവുമല്ലോ. ശരി, അപ്പൊ 9.5 മാർക്ക്. ഞാൻ ഇതിന് 10ൽ 4 മാർക്ക് കൊടുക്കുമ്പോ കാര്യം വീട്ടിലൊന്ന് പോകണം. ഇവിടെ നടന്നു വന്നിട്ട് കണ്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ ഇത് പറയുന്നത്. നമ്മൾ സ്പീഡായിട്ടല്ലേ ചെയ്യാറ്. ഫാസ്റ്റ് ഭയങ്കര ഫാസ്റ്റ് ആണ്. വണ്ടി ഓടിക്കുമ്പോൾ ഈ ഒരു ഫാസ്റ്റ് ഇല്ല, വണ്ടി ഓടിക്കുമ്പോ ഭയങ്കര സ്ലോ സ്ലോ. ഓക്കെ ശരി. അപ്പൊ എന്തായാലും ഇക്കാക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് ഗംഭീരമായിട്ട് തന്നെ തീർത്തിരിക്കുന്നു. വേണ്ട, ഗംഭീരമായി തീർത്തിരിക്കുന്നു. അത് മതി. ഓക്കെ അപ്പൊ അടുത്തതായിട്ട് ഇത് അറിയാലോ, ഗെയിം സെഗ്മെന്റ് ആണ്. അതിൽ വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് കിട്ടും. റെഡി അല്ലേ? അപ്പൊ നമുക്ക് നേരെ ഗെയിം സെഗ്മെന്റിലേക്ക് പോയാലോ? ഓക്കെ ഷിംലത, അപ്പോ ഗെയിം കളിക്കാൻ റെഡിയാണോ? യെസ്. കുട്ടിക്കാലത്ത് ഇതുപോലെ ഒരു ഓർമ്മയിലേക്ക് പോയിട്ടുണ്ടാവും, കുറെ സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഗെയിം. അതിലേക്കാണ് ഞാൻ എത്തുന്നത്. കല്ല് കളിച്ചിട്ടുണ്ടോ? അതായത് ആദ്യം 2 എടുക്കുന്നു, ഇങ്ങനെ ഇവിടെ വെക്കുന്നു, ഇങ്ങനെ പിടിക്കുന്നു, എന്നിട്ട് ഇവിടെ വെച്ച് 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 അങ്ങനെ കല്ല് കളിച്ചിട്ടില്ലേ? ആ ഓർമ്മയിലേക്ക് നമുക്കൊന്ന് പഴയ ഓർമ്മയിലേക്ക് പോയാലോ? അപ്പോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ 2 പെൻസിൽ എടുക്കുക. പെൻസിൽ ഇങ്ങനെ വെക്കുക. ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് പിടിച്ചു. ഇപ്പൊ 2 ആയേ. ഇനിയും ഒരു 2 എടുക്കുക. അപ്പൊ 2ഉം 2ഉം 4 ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി ഇങ്ങനെ പിടിക്കുക. അപ്പൊ 4 ആയേ. ഇതേപോലെ 4ഉം 2ഉം 8 വെച്ചിട്ടും ചെയ്യണം. അല്ല സോറി, ഇതേപോലെ 4ഉം 2ഉം 6 വെച്ചിട്ടും ചെയ്യണം. 6 കഴിഞ്ഞാൽ 8 വരെ പോണം. ഓക്കെ മനസ്സിലായല്ലോ? ഇതിന് ഇത്താക്ക് അനുവദിച്ചിരിക്കുന്ന സമയം 1 മിനിറ്റ് ആണ്. 1 മിനിറ്റ് സമയത്തിനുള്ളിൽ ഈ ഒരു 8 എണ്ണവും കയ്യിൽ പിടിച്ചിരിക്കണം. ഇതിന്റെ ഇടയിൽ വേറെ കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് മനുഷ്യന്മാരാണ് ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ ഒന്ന് വീഴും, സ്വാഭാവികം. അപ്പൊ ഇതെന്ത് വിചാരിക്കും? വീണ് കഴിഞ്ഞാൽ ബാക്കി ചെയ്താൽ മതി എന്നല്ലേ വിചാരിക്കുന്നത്? അപ്പൊ അറിയാം. അപ്പൊ വീണ് കഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ ഇപ്പൊ വെച്ചില്ലേ, ഇതുപോലെ ആദ്യം മുതൽ വെച്ച് വീണ്ടും തുടങ്ങും. അപ്പൊ റെഡിയാണോ? തുടങ്ങല്ലേ? ഓക്കെ യുവർ ടൈം starts now. നാല് 15 സെക്കൻഡ് 6 25 സെക്കൻഡ് ആയി. ഓ മൈ ഗോഡ്, 25 സെക്കൻഡിൽ
ഇത്ത ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താ ഈ ഒരു പേടിയോ ഒരു ടെൻഷനോ ഒന്നും കണ്ടില്ല. ഇത് കുട്ടിക്കാലത്ത് ഇതിന്റെ ഒരാളായിരുന്നോ? ഇതില് എക്സ്പേർട്ട് ആയിരുന്നോ? കളിച്ചിട്ടുണ്ട്. ആ കുട്ടിക്കളി ഇപ്പോഴും മാറിയിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. അപ്പൊ ഇത്താക്ക് ഞങ്ങളുടെ സൂര്യ കോമഡിയുടെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് സമ്മാനമായി കിട്ടിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ബാക്കി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ഫുൾ ഫാമിലിനെ വിളിക്കണ്ടേ? അപ്പൊ എല്ലാവരോടും വന്ന് നമുക്ക് സർപ്രൈസ് അങ്ങ് പൊട്ടിക്കാം. ഓക്കെ, ഇപ്പൊ ഒന്നും മിണ്ടരുതേ. ഓക്കെ, ഫാമിലി എല്ലാവരും വിളിക്കാം. അങ്ങനെ ഈ ഒരു ഫാമിലിയിലെ ഒരു കുഞ്ഞു മെമ്പർ എത്തിയിട്ടുണ്ട്. ഹലോ, ഇയാളാണോ ഈ അഹമ്മദ്? ആ ഓക്കെ. ഇയാൾക്ക് വാപ്പച്ചിക്ക് വലിയ പ്രതീക്ഷയുണ്ടോ ഇയാള്? എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്ന മോൻ? സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ. സൂപ്പർ. അപ്പൊ ഇക്ക നേരത്തെ ഫോൺ വിളിക്കാൻ പോയ ഗ്യാപ്പിൽ ഇവിടെ പലതും സംഭവിച്ചു. ഒരുപാട് നാൾക്ക് ശേഷം നമ്മുടെ ഫൺ ഫാമിലിയുടെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് ഷംലത്ത് അടിച്ചുകൊണ്ട് പോയേക്കാണ്. ഹാപ്പി ആയില്ലേ? എന്തായാലും ആ സന്തോഷം ഒന്നും കൂടെ ഇരട്ടിപ്പിച്ചാലോ നമുക്ക്? എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് അല്ലാണ്ട് വേറൊരു ഗിഫ്റ്റും കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേണ്ടേ? വേണം. അപ്പോഴും വലിയ ആവശ്യം വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കൊണ്ടോളാം, എനിക്കൊരു കുഴപ്പമില്ല. വേണം. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ സൂര്യ കോമഡിയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഷംലത്താക്കും ഷിബിനിക്കാക്കും നമ്മുടെ ഈ അഹമ്മദിനും. അപ്പൊ ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയ സ്ഥിതിക്ക് നമ്മുടെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് ആയ ഡിന്നറിന് പോയാലോ? ഓക്കെ, അപ്പൊ അവിടെ വെച്ച് കാണാം. ഷിബിനിക്കാക്കും ഷംലത്താക്കും ഉള്ള എക്സ്ക്ലൂസീവ് ഗിഫ്റ്റിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ മാടവനയിലുള്ള ദർബാർ സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ്. വരുന്ന വഴിക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് സീ ഫുഡ് അവിടെ കണ്ടിരുന്നു. എന്തായാലും അവർ വരാൻ കുറച്ച് സമയം എടുക്കും. ആ ഗ്യാപ്പിൽ ഇവിടെ വെറൈറ്റി എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഡിന്നർ ട്രീറ്റ് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഡീറ്റെയിൽസ് അയച്ചോളൂ. നല്ലൊരു അടിപൊളി ഡിന്നർ ട്രീറ്റും കിട്ടും. ഒപ്പം നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഒരു പണിയും കൊടുക്കാം. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് നവീൻ സൈനിങ് ഓഫ് ഫ്രം ഫൺ ഫാമിലി. ബൈ.